നിനക്ക് ആരെയും കൊല്ലാം, ഭീഷ്മരെയും എല്ലാരെയും കൊല്ലാന്ന് പറയുന്ന ആള് ഇതങ്ങോട്ട് അർജുനന് ശരിക്കും കത്താത്തത് കൊണ്ടായിരിക്കാം. അദ്ദേഹം പറയുന്നുണ്ട് 13 ആർഗ്യുമെന്റ്സ് പറഞ്ഞാണ് അർജുന ഒരു കാര്യം ചെയ്യാം, നീ ഒരു ക്ഷത്രിയനാണ്. യദൃച്ഛയാ ചോപവന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ത ലഭന്തേ യുദ്ധമീ ദൃശ്യം. ജാതി മേന്മ പറഞ്ഞ് അദ്ദേഹത്തെ ഇളക്കാണ്. അതായത് ഇത് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഇതാണ് ഒരു യുദ്ധം ലഭിക്കുക അല്ലേ. പുരുഷന് യുദ്ധമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞോണം. പുരുഷന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് യുദ്ധം. ഇതൊരു വലിയൊരു യുദ്ധം കിട്ടിയിരിക്കുകയാണ് അർജുന, നീ ഇത് കളയല്ലേ. യദൃച്ഛയാ ചോപവന്നം സ്വർഗദ്വാരമപാവൃതം. അതായത് യാദൃച്ഛികമായിട്ട് സ്വർഗത്തിന്റെ വാതിൽ ദാ നിനക്ക് തുറന്നിരിക്കുക, വാടാ എന്ന് പറഞ്ഞിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതാണ് പറയുന്നത്, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ പോഷസി മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയഃ. അതായത് നീ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, നീ ചത്തു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടും. പൂരിയൊന്നും ഉണ്ടാവില്ല, മദ്യം ഉണ്ടാവും, പാട്ടുണ്ടാവും അല്ലെ, പാട്ട്, ഡാൻസ്, ഉർവശി, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇനി അഥവാ നീ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫോക്ഷസി മഹീം, ഭൂമിയെ നിനക്ക് ആസ്വദിക്കാം. മണ്ണുവാരി തിന്നാന്നല്ല, രാജ്യം ഭരിക്കാം. ഓക്കെ, റൈറ്റ്. ഇപ്പൊ രണ്ട് രീതിയിൽ ഇയാൾ ആദ്യം പറഞ്ഞാൽ നീ ആത്മാവിനെ കൊല്ലുന്നില്ല, നിനക്ക് കൊല്ലാനേ പറ്റില്ല, അവനെ കരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറയാണ് രണ്ട് രീതിയിൽ, ഒന്നില്ല നീ അവിടെ പോവും, അല്ലെങ്കിൽ. അപ്പൊ ചോദ്യം, ഈ സ്വർഗത്ത് പോകുന്ന ആരാ? അർജുനന്റെ ആണോ പോകുന്നത്? അർജുനന്റെ ആത്മാവാണ്. ആത്മാവ്. അപ്പൊ അവിടെ വീണ്ടും ഒരു ശരീരം വേണം. സ്വർഗത്ത് ഒരു ചിലപ്പോൾ ജനനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ഒരുപാട് കഥകൾ ഒരുപാട് വിസ്തരിച്ചെങ്കിൽ മാത്രമേ ഇത് ശരിയാവും. പോട്ടെ. ഇനി വേറെന്ന് പറയുന്നുണ്ട്, ഈ ദ്രോണരെയും ഭീഷ്മരെയൊക്കെ നിൽക്കുന്ന നിനക്ക് കാണുമ്പോൾ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ, നീ പേടിക്കേണ്ട കാര്യമില്ല, ഇവരെയൊക്കെ ഞാൻ കൊന്നതാ, ഞാൻ കൊന്നു വെച്ചേക്കാണ്. ഇവരെ ചില നമ്മളെ പാമ്പിനെ അടിച്ചു വന്നിട്ട് പറയും, ഇവിടെ ഞാനിതിനെ അടിച്ചു കൊന്നിട്ടുണ്ട്, നീ മേട രണ്ടടി അടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് പറയുന്നത്. ഭീഷ്മർ, ദ്രോണർ, ജയദ്രഥൻ, കർണൻ തുടങ്ങിയ അതേപോലെ എല്ലാ പടനായന്മാരെയും വീരനായ നീ ഹനിക്കുക, ദുഃഖിക്കേണ്ട, നീ യുദ്ധം ചെയ്യുക, എതിരാളിയെ നീ പോരിൽ ജയിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജസ്റ്റ് കിൽ ദോസ് പീപ്പിൾ ബിക്കോസ് ദേ ആർ ഓൾറെഡി കിൽഡ് എന്നാണ് പറയുന്നത്. ഇനി ഇതാണ് രസം. ആത്മാവിനെ കുറിച്ച് ഗീതയുടെ മറ്റൊരു സങ്കല്പമാണ് നാത്തേ വാഹം ജാതുനാസ. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വരിയാണ്. നാത്തും നേമ ജനാധിപഹ ന ചൈവം ഭവിഷ്യാമ സർവേ ഭയമതപരം. എന്താണ്? ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. കൃഷ്ണൻ അർജുനോട് പറയാം, ഞാനുണ്ടല്ലോ, ഞാൻ എന്നും ഉണ്ടായിട്ടുണ്ട്, നീയും ഇല്ലാതിരുന്നിട്ടില്ല, നീയും എന്നും ഇവിടെ ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാർ, നീ ചുറ്റും കാണുന്ന രാജാക്കന്മാരുണ്ടല്ലേ, അവരും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരല്ല, ഇത് അവരുടെ ആത്മാവാണ്, അത് എന്നും ഉള്ളതാണ്. ഇനിമേൽ നമ്മളെല്ലാം ഉണ്ടായിരിക്കുകയില്ല എന്നുമില്ല, നാളെ നമ്മളുണ്ടാവും. പക്ഷെ മൊത്തത്തിൽ ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്.